സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിനെയും ബേസ് ചെയ്തിട്ടാണ്. സ്റ്റോളിലെ സ്റ്റാൻഡുകൾ എന്തൊക്കെയാണ് വെക്കണേ അങ്ങനെയൊക്കെ. പിന്നെ നാളെ ഒരു സ്ഥലം വരെ ഞാൻ പോകുന്നുണ്ട്. ഓഫ്കോഴ്സ് കുംഭമേളയാണ്, 3rd ആണ്. അപ്പോൾ അത് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെയും കുറച്ച് വിഷ്വൽസ് ചിലപ്പോൾ അടുത്ത വീഡിയോസിൽ കാണുമായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റോളിനെ കുറിച്ച് പറയാനാണ്. പിന്നെ ഇതൊരു ഞാനൊരു പ്രൊമോ ഡിസൈൻ പോലെ ഞാൻ വീഡിയോ ഉണ്ടാക്കിയതാണ്. നമ്മുടെ സ്റ്റോളിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തതാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ഇത് പോസ്റ്റ് ചെയ്തേക്കണത്. യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. യെറ്റ് അനദർ ഉഷാസ് കുട്ടി ലോകം. ആൻഡ് ടുഡേ നമ്മളിപ്പോൾ എന്തായാലും സ്റ്റോളിൻ്റെ പ്രെപ്പിംഗ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. സോ വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം video. So let me start with some things that I am showing now. ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു സ്റ്റോളിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. സോ ഐ വിൽ ഇൻട്രൊഡ്യൂസ് ഇറ്റ് വൺ ബൈ വൺ. ഒരു ട്രേ ആണ്. ഓക്കെ, നൗ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു പുട്ട് സ്മോൾ ടൈനി തിങ്സ്. അല്ലെങ്കിൽ നിങ്ങളുടെ യുനോ like suppose you can use this as a if you want to use this as an eraser എന്ന് വെച്ചാൽ സ്റ്റോളിനെ എപ്പോഴും റേസ് ചെയ്ത് വെക്കുമ്പോൾ അതിനൊരു ഡിഫറെൻറ്റ് ഫീലാണ്. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരാം. പൊതുവേ ഞാൻ വെക്കാറുള്ളത് ഇങ്ങനെയാണ്. ഇതൊരു നോട്ട് പാഡാണ്. സോ ഐ കീപ് ലൈക്ക് ദിസ്. ദിസ് ഈസ് ഓൾസോ ഇസ് എ ഗുഡ് വേ ടു പുട്ട് നോട്ട് പാഡ്, ബട്ട് ദർ ഇസ് അനദർ വേ ഓൾസോ. You turn this over and you use this as a ഈ ലെവലിൽ ഇത്രയും ഹൈ റേസ് ചെയ്ത പോലെ ഒരു ലെവലിൽ കിട്ടും. സോ either you can put like this, ഓക്കെ, ഇങ്ങനെയും വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു രീതിയിൽ നോട്ട് പാഡ് വെക്കാം. or you can put on top of it, which gives another effect. If you look from here, if anyone comes from the person, they can just come and they can just see what is 3D രീതിയിൽ അവർക്ക് ഈ ഒരു കാര്യത്തിനെ അറിയാൻ പറ്റും. So this is like a tip that I can give to anyone who is doing a stall. So this is one. The next one is like, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മുടെ ടിഷ്യൂ ഒക്കെ വെക്കുന്ന ഒരു ബോക്സാണ്. സോ we use this as something else. So for a stall you can put either your products like this, so people they come and they can see what it is, or you can use this in, as I did in the video, you can use this as a razor. So either you can put something like this, or you can do raise it above, and you can, so everybody can see what is the real thing from this angle, from that angle. If alkar engane vannu കഴിഞ്ഞാൽ they can see. So this is the eye view of a viewer. Okay, so this is the second thing. Third one is like these trays. These are like bamboo trays. Okay, again you can use this upside down. You can use this as a razor, or you can use this like this slanting. You can put your visiting cards over here, or maybe what I am going to do is I'm going to place my t-shirts. So one t-shirts maybe for a display, so they can come and they can just take this, and if they want they can take like that. There is a way to take it, and these are like 2026 in the t-shirts ആണ്. So this is like the new t-shirts that I am introducing. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ റേസ് ചെയ്തിട്ട് സൈസായിട്ട്, ഇപ്പം ഇതിൽ ലാർജ് സൈസാണ്. സോ ഇങ്ങനെ തന്നെ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മുകളിൽ വെക്കണതും ഇങ്ങനെ സൈഡായിട്ട് വെക്കണതും വ്യത്യാസമുണ്ട്. ഇപ്പം ഈ ഒരു ടീഷർട്ട് തന്നെ ഇവിടെ വെക്കുമ്പോൾ യു ക്യാൻ നോ വാട്ട് സൈസ് ഇറ്റ് ഇസ്.
അപ്പോൾ I think this is also a good way for arranging any product. This is like a normal mobile stand that you can get from Amazon. This I bought from Amazon. Either mobile stand ആയിട്ട് യൂസ് ചെയ്യാം, but what I do is I will use this as something else. You know, you can keep your pouches. Just imagine. See, നമുക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു എനിത്തിങ്. എൻ നമ്പർ ഓഫ് ഐഡിയാസ് അല്ലേ. നമ്മളൊരു പൗച്ച് ഇതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സോ ദിസ് ഇസ് ലൈക്ക്, അപ്പോൾ ഇത് റേസ് ചെയ്ത പോലെ ഒരു സംഭവമാണ്. പൗച്ച് വെക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നു മാത്രം. ബട്ട് ഇഫ് യു പുട്ട് ഇൻസൈഡ് സംതിങ് ലൈക്ക്, ഞാൻ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ചെയ്തിട്ടില്ല, യു ക്യാൻ പുട്ട് ഒരു cardboard. I will show something. I'll put a cardboard and I will see. I'll come back to you. സാധനം വെച്ചിട്ടുണ്ട്, and you can put like, അങ്ങനെ ആ ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് like, you can keep it on top of this mobile stand, or maybe you can like, see it's standing. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻഡ് യൂസ് ചെയ്യാം. എന്ന് പറയുന്നത് ഒരു പെഗ് സ്റ്റാൻഡ് ആണ്. പെഗ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെഗ്സ് വെച്ചിട്ട്, ഇതിന് പെഗ് എന്നാ പറയുക ഈ സംഭവത്തിന്. ഇതിങ്ങനെ നമുക്ക് ഊരിയെടുക്കാം. അപ്പം ഇവിടെ രണ്ടെണ്ണത്തിൽ ഞാൻ ഇട്ടില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ദ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ്. അത് ചിലപ്പോൾ ടിപ്പോർ നമ്മുടെ സാധനങ്ങൾ വെക്കുമ്പോൾ അത് മാറി ഇങ്ങനെ സ്റ്റാർട്ടിങ് തന്നെ വേണ്ട, നമ്മുടെ നടുക്കുന്ന തന്നെ ആയ ഈ ഒരു സ്പേസ് നിന്നായി കഴിഞ്ഞാൽ നല്ലതാണ്. യു ക്യാൻ കീപ് നോട്ട്ബുക്സ് വെക്കാനാണ് ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് യു ക്യാൻ പുട്ട് നോട്ട് പാഡ്സ് ഓൾസോ. അപ്പം ഇത് ഒരു പെഗ് സ്റ്റാൻഡ് എന്തെന്നാണ് ഇതിനെ പറയണത്. ഈ പെഗ് സ്റ്റാൻഡ് പോലെ തന്നെ വേറൊരു പെഗ് സ്റ്റാൻഡും കൂടെ ഞാൻ കാണിച്ചു തരാം. വേറൊരു പെഗ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് ഞാൻ ഈ പോർട്രേറ്റ് എന്താ പറയുക, ഇതിൽ രീതിയിൽ കാണിച്ചാലേ ഇത് കാണാൻ പറ്റുള്ളൂ, ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് ലൈക്ക് ലിറ്റിൽ elevated. You can see over here it is little elevated. ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി കാണുക. സോ ഇറ്റ് ഈസ് ലൈക്ക് ഒരു സ്ലാൻഡ് ഉണ്ട് ഇതിന്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ ഒരു ബുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ടെന്ന്, ആ ബുക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ ഇതൊരു നല്ല സ്റ്റാൻഡാണ്. ദിസ് ഇസ് അനദർ പെഗ് സ്റ്റാൻഡ്. നൗ നെക്സ്റ്റ് ഇസ് ഈ കൈൻഡ് ഓഫ് സ്റ്റാൻഡാണ്. ഇതൊരു ബ്ലാക്ക് വയർ പോലത്തെ ഒരു കമ്പിയുടെ ഒരു സ്റ്റാൻഡാണ്. സോ ഇത് ഇപ്പോൾ ക്യാൻവാസ് ഒക്കെ വെക്കണമെങ്കിൽ ഇത് നല്ല ഒരു സ്റ്റാൻഡാണ്. സോ ദിസ് ഇസ് ലൈക്ക് വെൽക്കം, യു വെൽക്കം. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാണ്. സോ ദിസ് ഇസ് ലൈക്ക് അനദർ ഡിസ്പ്ലേ. പിന്നെ ഞാൻ കാണിക്കാം എന്ന് വിചാരിച്ചത് ഈ ഒരു സ്റ്റാൻഡീസാണ്. ഇത് നമ്മൾ കഴിഞ്ഞ സ്റ്റോളിലിട്ടായിരുന്നു, അപ്പോൾ ഈ സ്റ്റോളും കൂടെ ഇതിടാമെന്ന് വിചാരിച്ചു. ദിസ് ഇസ് ലൈക്ക് സ്റ്റാൻഡ്. എങ്ങനെയാണത് അതിൻ്റെ സ്റ്റാൻഡ് വരിക. സോ ആ രീതിയിലാണ്. സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡാണ്, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല അതിൽ. ദിസ് ഇസ് ലൈക്ക് എ സ്റ്റാൻഡി. Then last something that I always put is these kinds of trays. These are very good trays actually. നിങ്ങൾക്ക് ഉള്ളിൽ ഇത് കാണാൻ പറ്റും. ഇത് ഇങ്ങനെയാണ്. ആൻഡ് ഇത്രയും ഈ കൈയിൻ്റെ ഒരു വലിപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ഫില്ലിംഗ് ആണ് ഇത്. ദിസ് ഇസ് ലൈക്ക് നോർമൽ ജൂട്ട് ട്രേസ് ആണ്. ആൻഡ് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് കൊണ്ടുനടക്കാനും പറ്റും. ഇതിങ്ങനെ സ്മാഷ് ചെയ്ത പോലെ ലൈക്ക് യു ക്യാൻ കീപ്പ് ഇറ്റ് ഇൻ യുവർ ബാഗ്സ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഇതൊരു ഫൈനലായിട്ടുള്ളൊരു ട്രേ ആണ്. ഇനിയും ട്രേസ് ഉണ്ട്, പക്ഷേ ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്, stall prepping videos. Thank you.